പാകിസ്ഥാൻ ഇതിനെ എങ്ങനെയായിരിക്കും കാണുന്നത്? പാകിസ്ഥാൻ ഇതിനൊക്കെ അങ്കലാപ്പോടുകൂട്ടല്ലേ കാണുന്നത്. എന്താ ഇത് നമ്മൾ ഇത് എക്സസൈസ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 3 എയർഫോഴ്സ് സ്റ്റേഷനിൽ നിന്ന് ഇത് ഫൈറ്റർ പൈലറ്റുകൾ സ്ക്രാമ്പിൾ ആയിട്ടുണ്ട്. അത് മൊത്തത്തിൽ പത്രക്കുറിപ്പുകൾ വന്നു. ഇന്ത്യ ഇത് നമ്മളെ പേടിപ്പിക്കാനായിട്ടുള്ള രീതിക്കാണ് എന്ന് പറഞ്ഞിട്ട് പത്രക്കുറിപ്പുകൾ വന്നു. പാകിസ്ഥാൻ നല്ല പാനിക്കിലാണ്, സംശയമില്ല. ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ നമ്മൾ ഒരു പുതിയ, അതായത് അത്യാവശ്യം സൈബർ ഉൾപ്പെടെ എല്ലാ വാർഫെയറും പരീക്ഷിച്ചതാണ്. അതായത് നമ്മുടെ ആ ഒരു പ്രതിരോധം ഭയങ്കരമായി പേര് കേട്ടിരുന്നു. അപ്പോൾ ഈ ഒരു വ്യത്യസ്തമായ എന്തെങ്കിലുമൊക്കെ ഈ എക്സസൈസുകൾ ഇതിനകത്തുണ്ടായിരിക്കുമോ? ഇല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്കൊരു സർപ്രൈസ് എലമെൻ്റ് ഉണ്ട്. ഈ എക്സസൈസിൻ്റെ അകത്ത് അങ്ങനെയുള്ള കാര്യങ്ങൾ പബ്ലിക്കായിട്ട് ചെയ്തു എന്ന് പബ്ലിക്കായിട്ട് വന്നു കഴിഞ്ഞാൽ സർപ്രൈസ് എലമെൻറ്റ് പോകും, ചെയ്യില്ല. നേരെ മറിച്ച് അത് ടെസ്റ്റ് ചെയ്യും തീർച്ചയായിട്ടും. ഇപ്പോൾ വേറൊരു സംഭവം, ഒക്ടോബർ 27, അതായത് 30 തുടങ്ങുന്നത്. ഒക്ടോബർ 30 ഓപ്പറേഷൻ തൃശ്ശൂർ തുടങ്ങുന്നത്. ഒക്ടോബർ 27 നമ്മൾ MUMT വിത്ത് കാറ്റ്സ് വാരിയർ നമ്മൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. അതായത് ഗോവ പാങ്കോലിം എയർബേസിൽ നിന്ന് തേജസ് പറന്നു പൊങ്ങി ഒരു ഡെസിഗ്നേറ്റഡ് ഏരിയയിൽ എത്തിക്കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ കാറ്റ്സ് വാരിയേഴ്സ് വെയിറ്റിംഗ് ആയിരുന്നു. തേജസും ഈ കാറ്റ്സ് വാരിയറും സാറ്റ്കോം വഴി സാറ്റലൈറ്റുമായിട്ട് കണക്ട് ചെയ്തു, സ്ട്രാറ്റോസ്ഫിയറിക് ഏജൻറ്റുമായിട്ട് കണക്ട് ചെയ്തു, ആൽഫ റിലേ ഏജൻറ്റുകളുമായിട്ട് കണക്ട് ചെയ്തു. ഈ 3 വിമാനങ്ങളും തമ്മിൽ കണക്റ്റ് ആയി കഴിഞ്ഞിട്ട് എനിമി സ്യൂഡോ ടാർഗറ്റുകൾ അസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ടാർഗറ്റുകളെ ഐഡൻറ്റിഫൈ ചെയ്തു. കാറ്റ്സ് വാരിയറിൻ്റെ അകത്ത് ഐഡൻറ്റിഫൈ ചെയ്ത ടാർഗറ്റുകളെ ഇത് റിലേ ചെയ്ത് എനിമി ടാർഗറ്റുകളാണെന്ന് പറഞ്ഞിട്ട് റിലേ ചെയ്ത് തേജസിൻ്റെ കോക്പിറ്റിലെ പൈലറ്റിന് കൊടുത്തു. ഈ സംഗതി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാറ്റ്സ് വാരിയേഴ്സ് എന്താ പറയുക, ലോയൽ വിങ്മാൻ എന്ന ഒരു ഇതിൽ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് വിമാനങ്ങൾ ഫൈറ്റർ പ്ലെയിനുകൾ ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ പോലെ ഒരു ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്ത് തന്നെ തേജസിൻ്റെ ചുറ്റും നിന്ന് കഴിഞ്ഞാൽ, തേജസിൻ്റെ മാത്രമല്ല കേട്ടോ, ഇത് ബാക്കിയുള്ള ഇതിലേക്കും വരും, പ്ലാറ്റ്ഫോമുകളിലേക്കും വരും. അങ്ങനെ വന്ന് നിന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ സാധനം തേജസിൻ്റെ കോക്പിറ്റിൽ ഇരുന്നു കൊണ്ട് ഈ കാറ്റ്സ് വാരിയറിൻ്റെ അതിൻ്റെ അകത്ത് മിസൈലുകളുണ്ട്, ആസ്ട്ര അങ്ങനെയുള്ള മിസൈലുകൾ ഈ കാറ്റ്സ് വാരിയറിലുണ്ട്. ഇതൊരു അൺമാൻഡ് ഏവിയേഷൻ വെഹിക്കിൾ ആണെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് മിസൈലുകളുണ്ട്. ഈ മിസൈലുകൾ ഓട്ടോമാറ്റിക്കായിട്ട് കാറ്റ്സ് വാരിയറിന് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ടാർഗറ്റിലേക്ക് പായിക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ ഇതൊരു സപ്പോർട്ട് സ്റ്റൈലിൽ മാറി നിൽക്കും. ആ സാധനം തേജസിൽ നിന്ന് ഫയർ ചെയ്യാം. അത് കാറ്റ്സ് വാരിയറിൽ നിന്ന് മിസൈലുകൾ പൊക്കോളും. നേരെ തിരിച്ച് കാറ്റ്സ് വാരിയറിൽ നിന്ന് മിസൈലുകൾ ഫയർ ചെയ്യുന്നത് തേജസിലെ മിസൈലുകൾ ഫയർ ചെയ്യാം. അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻ്ററോപ്പറബിലിറ്റി ഉണ്ട്. മാത്രവുമല്ല ഇതിൻ്റെ അകത്ത് റിക്കോണസൻസ്, അതായത് ഇലക്ട്രോണിക് ഒപ്റ്റിക്സ്, നമ്മുടെ ക്യാമറകൾ, കാറ്റ്സ് വാരിയറിലെ ക്യാമറ തേജസിൻ്റെ കോക്പിറ്റിൽ കാണാം, IR തേജസിൻ്റെ കോക്പിറ്റിൽ കാണാം. അതായത് ഡേ നൈറ്റ് ഓപ്പറേഷൻസ്, താഴത്തെ ഗ്രൗണ്ട് റെക്കോണസൻസ്, ഇതെല്ലാം അതൊരു ഇൻ്റഗ്രേറ്റഡ് ആണ്. ഇത് ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് ഒന്നിൽ കൂടുതൽ വിമാനങ്ങൾ പോകുന്നു. ഇത് മുഴുവൻ ഒരൊറ്റ പൈലറ്റിന് അവിടെ ഇരുന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാം. അതുപോലെ തന്നെ കാറ്റ്സ് വാരിയർ അവിടെ ഇന്ന പോയിന്റ് ചെല്ലണമെന്ന് മാത്രം പറഞ്ഞാൽ മതി. അതിനെ ഇടത്ത് ആന വലത്താനെന്ന് പറഞ്ഞ് നിന്ന് ഇതൊന്നും ചെയ്യണ്ട. അത് അതിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ആണ്. കാറ്റ്സ് വാരിയറിൻ്റെ അകത്ത് ഇൻ്റഗ്രേറ്റഡ് ആണ്. ആ സാധനം അവിടെ ചെല്ലണമെന്ന് പറഞ്ഞാൽ മാത്രം മതി. ബാക്കിയുള്ള വഴിയൊക്കെ അവൻ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്തോളും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങോട്ടുള്ള എന്താ പറയുക അറ്റാക്കുകൾ വല്ലതും വന്നു കഴിഞ്ഞാൽ അതും ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിരോധിക്കും. അത് ആരും ഇടപെടാതെ തന്നെ ഈ ഓട്ടോമാറ്റിക്കായിട്ട് പ്രതിരോധം എന്താ പറയുക ആക്രമണവും എല്ലാം നടത്തും. മനസ്സിലായോ? അതൊരു ഒന്നൊന്നര സംഭവമാണ്. പക്ഷേ ചിലവും വളരെ കുറവാണ്. ഒരു 0.8 മാക്കാണ് അതിൻ്റെ സ്പീഡ്. അത്യാവശ്യം എന്താ സ്പീഡും ഉണ്ട്. വളരെ പതിയുള്ള സാധനമല്ലത്. മുഴുവൻ ഇൻ്റഗ്രേഷൻ. ഓർക്കുണ്ടോ നമ്മുടെ ആകാശ് തീർ? അതിൻ്റെ അകത്തുണ്ടായിരുന്ന ഏകദേശം അതേ സിസ്റ്റം ഇവർ കൊണ്ട് മറ്റേ ഒരു അൺമാൻഡ് ഏരിയൽ വെഹിക്കിളിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് അതിൻ്റെ അകത്ത് ടാർഗറ്റിങ് സർവ്വസാധനവും AI.
അതായത് നേരത്തെ കരസേനയിലുണ്ടായിരുന്നത് വ്യോമസേനയിലേക്ക് പരീക്ഷിച്ചു. എക്സാക്ട്ലി. അതിൻ്റെ വേറൊരു ഫോം, ആ ആകാശ് തീറിൻ്റെ ടാർഗറ്റിംഗ് സിസ്റ്റം അതിൻ്റെ AI ഒക്കെ കൂടെ എടുത്ത് നേരെ ഇപ്പോൾ വ്യോമസേനയിലേക്ക് എത്തിയിട്ടുണ്ട്.